ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ല ക്യാരറ്റ് കസ്റ്റേർഡ് ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് വന്നത്. ഈ ചൂട് സമയത്തിലും കുടിക്കാൻ പറ്റിയ ഡ്രിങ്ക് റെസിപ്പിയാണ് ഇട്ടത്. അതുമാത്രമല്ല ഇത് കുടിച്ച് കഴിഞ്ഞാൽ വിശപ്പും ദാഹം മാറും എന്നെല്ലാം പറയുന്നില്ലേ, അങ്ങനെ തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് അരക്കപ്പളവിൽ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിന്. പാല് ചൂടാക്കിയെടുത്ത പാലൊന്നല്ല കേട്ടോ. അതിന് ശേഷം 3 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതുണ്ടല്ല, ഞാൻ നേരത്തെ 1 ലിറ്റർ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിന്. അത് ഏകദേശം ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു അരക്കപ്പളവിൽ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡ്രിങ്ക് റെസിപ്പിയെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തതിനാലുണ്ടല്ലോ ടേസ്റ്റ് എക്സ്ട്രാ കൂടും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഇതാ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർത്തെടുത്തോണ്ട് പഞ്ചസാര ഒരു അരക്കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ കസ്റ്റേർഡ് മിക്സ് ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം മിക്സ് ചെയ്തിട്ട്. അതിന് ശേഷം ഉണ്ടല്ല ക്യാരറ്റിൻ്റെ ഒരു മിക്സിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ നേരത്തെ ക്യാരറ്റ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിന് പ്രഷർ കുക്കറിലിട്ടിട്ട്. അതുണ്ടല്ല മിക്സിയിലിട്ടിട്ട് നല്ലോണം പേസ്റ്റ് പോലെ ആക്കിയിട്ട് അരച്ചെടുത്തതാണ്. ആ ഒരു മിക്സിങ്ങാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ക്യാരറ്റ് വേവിക്കുന്ന സമയത്ത് ഉപ്പോ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ ക്യാരറ്റിൻ്റെ മിക്സിങ്ങും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തുണ്ടല്ല ഒരു ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ കസ്റ്റേർഡിൻ്റെ മിക്സിങ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കും, കരിഞ്ഞു പോവും. ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ക്യാരറ്റിൻ്റെ ആ മിക്സിങ് കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇത് പാല് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. പാലിങ്ങനെ ചെറുതായിട്ട് തിക്കായി വന്നു കഴിഞ്ഞാൽ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ റൂം ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ ഒരു 2-3 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷമാണ് ഞാനിപ്പം ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനെ നേരത്തെ തന്നെ ഇതിലേക്കുണ്ടല്ല ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ കസ്കസ് വെള്ളത്തിൽ വെച്ചിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് ഈ കസ്കസ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്, തണുപ്പോട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതല്ല. അങ്ങനെ ഇതിലേക്ക് ബദാം പൊടിച്ചത് ഒന്ന് ക്രഷാക്കി എടുത്തതാണ്. അതും ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തത്. ക്യാരറ്റിലുണ്ടല്ല കുറച്ച് മാത്രം മതി. ആപ്പിള് ഒരു വലിയ സൈസായിട്ടുള്ള ആപ്പിളാണ് എടുത്തിന്. ക്യാരറ്റ് ഹാഫും ഇല്ല കേട്ടോ, അതിൽ പകുതിയാണ് എടുത്തിന്. എല്ലാം കുറേ ആയിക്കഴിഞ്ഞാലുണ്ടല്ല അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാം കുറച്ച് മതി കേട്ടോ, ചെറിയൊരു ക്വാണ്ടിറ്റി മതി. ഇനി ഇതുണ്ടല്ല വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ തന്നെയാണ് കേട്ടോ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പും ദാഹവും എല്ലാം അങ്ങ് മാറിക്കിട്ടും. ഈ ചൂട് സമയത്തെല്ലാം കുടിക്കാൻ പറ്റിയ ഡ്രിങ്കാണ്. പിന്നെ ഇത് കുടിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലോണം തണുപ്പിച്ചിട്ട് വേണം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിക്കണം, എന്നാലേ ടേസ്റ്റ് ശരിക്കും മനസ്സിലാവും കേട്ടോ. പിന്നെ തണുപ്പ് പറ്റാത്തവർക്കാണെങ്കിൽ ആ ചൂടാറിയതിന് ശേഷം കുടിച്ചാലും പ്രശ്നമില്ല. പക്ഷേ എങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് തണുപ്പിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇഫ്താറിന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിളല്ലേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതും കൊടുത്തൊന്ന് ഫോളോ ആക്കുക. ID കൊടുത്തിട്ടുണ്ട്. ഇതിനടുത്ത് നല്ല റെസിപ്പി ആയിട്ടോ വ്ളോഗായിട്ടോ കാണാം. താങ്ക് യു, ബൈ.